വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ചലഞ്ച് പിടിക്കാൻ ആരും ചെയ്തിട്ടില്ല. KFC ചലഞ്ച്. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ എന്ത് ചലഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടം ഫുഡ് കഴിക്കുന്നതാണ്, KFC ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും അമ്മയും കൂടെ ഒരു KFC ചലഞ്ച് ചെയ്യാം. അതിൽ ആരെങ്കിലും ജയിക്കുവാണെങ്കിൽ അച്ഛൻ്റെ വക 1000 rupees ജയിക്കുന്ന ആൾക്ക് കിട്ടും, അല്ലാത്തവർക്ക് ഒന്നും കിട്ടൂല. പച്ചമുളക് കടിച്ചില്ല. അമ്മേനെ എന്തായാലും തോക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് നിഗമനം. സോ KFC ചലഞ്ച്. സമയമുണ്ട്. ഓക്കെ. സമയം എത്ര? സമയമില്ലല്ലോ. സമയമുണ്ട് അല്ലേ? പിന്നെ 10 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ 15 ഏറ്റവും കൂടുതൽ ആദ്യം കഴിക്കുക അവര് ജയിക്കും. ഓക്കെ ഭഗവാനെ. ഇതാണ് നമ്മുടെ KFC ചലഞ്ച്. നമ്മളിത് നെടുമങ്ങാട് KFC മേടിച്ചാണ് കോംബോ ഓഫർ. 399 കോംബോ ഓഫർ. ഇപ്പം എത്രയും ഉണ്ട്. ഇത് ഒന്നമ്മയ്ക്കും ഒന്നെനിക്കുമാണ്. രണ്ടുപേരും തീർക്കത്തില്ല, പക്ഷെ എന്നാലും ഇത് കഴിക്കട്ടെ നോക്കല്ലേ. തുടങ്ങാം. സമയം ആയാ നോക്കട്ടെ. സമയം പറയാ. ഇല്ല സ്റ്റാർട്ടായിട്ട് എടുക്കാം. നോ ഷുഗർ ആയതുകൊണ്ട് കുഴപ്പമില്ല. മധുരമില്ല. തുടങ്ങട്ടെ. എനിക്ക് എക്സാമിനായിട്ട് എത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. തുടങ്ങട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ആസ്വദിച്ച് വേണം കഴിക്കാൻ. കുഴപ്പമില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആസ്വദിച്ചോളാം. എനിക്ക് മറ്റേ ഡ്രൈവേഴ്സ് ടെസ്റ്റിനൊക്കെ പോയൊരു ഇവിടെ വെക്കുക. അവൻ ടൈമർ എടുത്തു വെച്ച അമ്മ എടുത്തു വെച്ച. ആയോ സ്റ്റാർട്ടായോ? ആയോ? അതൊക്കെ തിന്നാ മതി അല്ലേ? ഇത് നടക്ക് പോകില്ല. ഇതല്ലേ ഈ പ്ലേറ്റ് ഇരിക്കുന്ന കൊള്ളുന്നില്ല. അപ്പോൾ ഇത് വെനസ്ഡേസിലാണ് കേട്ടോ യൂസ്. ഭയങ്കര കോമ്പറ്റീഷൻ. ഒരു മൈദ എന്നത്തെ കൈ എടുത്തട്ടെ. നീറ്റായിട്ട് എഴുതും. കുറവാണോ? ഇല്ല, ഞാൻ ഉണ്ടോ ഒരെണ്ണം കഴിച്ച് മാറ്റി വെച്ചു. ഞാൻ ഒരു ബോള കഴിക്കാം. ഞാനും കഴിച്ചു.
എല്ലാവരും എണ്ണ ഉണ്ടല്ലോ. ഞാൻ മറ്റേ മൃഗമൊക്കെ കഴിക്കുന്നു. വലിയ കഷ്ണങ്ങളൊന്നും ചെറുതായിട്ട് എണ്ണം കൂടുതൽ അല്ല അല്ല വലുത് 3 കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താണ് അങ്ങനെ ഉണ്ട് ക്വാണ്ടിറ്റി. ഞാനിതൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഈസിയല്ല, ഒട്ടും ഈസിയല്ല. ഈ കൊച്ചിന് ഇത്ര ആക്രാന്തമാണോ അങ്ങനെ ജയിക്കാൻ? ഇങ്ങനെ വെച്ചാൽ ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇത് കുടിക്കേ, അല്ല വെള്ളം കുടിക്കാം. ഇത് കുടിക്കേ. എന്നല്ലേ വെള്ളം തരില്ലേ? വൃത്തിക്ക് കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെയുണ്ടല്ലോ. തോന്നുന്നില്ല അതിലുണ്ട്. സമയായ എത്ര മിനിറ്റ്? ഇതിന് പറമ്പത്തെ 2 ബോണസ് ഒരു വലുത്. 2 ബോണസ് ഒരു വലുത്. അതൊന്നും സാരില്ല. ഒന്ന് കാണും. ഞാൻ കഴിക്കണം ഇങ്ങനെയാണ്. ചവച്ച് കഴിക്കണം. നമ്മള് നമ്മൾ ചവച്ച് ദഹിക്കൂലത്തെ. ഞാൻ തോറ്റു തരാം. അയ്യോട്ടോ, ഞാൻ ആസ്വദിച്ച് കഴിക്കും. എനിക്ക് പറ്റിയില്ല. കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഒന്നുമല്ല. പക്ഷെ എന്തിനാ പിന്നെ അടുത്ത അച്ഛനെയും മോനെയും കൂടെ വെച്ച് ചെയ്യാം. അപ്പോൾ ആ ജയിക്കുമെന്ന് അറിയാലോ. സമയം നോക്കൂ. ആകാശം അലാറം വെച്ചിട്ടുണ്ട്. ആകോ സമയം നോക്കൂ. 10 മിനിറ്റൊന്നും ഇല്ല. ഇനി 10 മിനിറ്റ് ഉണ്ടോ? അമ്മയെ തോപ്പിക്കാതാ.
ചോറ് ആവശ്യം നീറ്റായിട്ട് കഴിക്കണമെന്ന് പറ. ഞാൻ ഓൾറെഡി മോസ്റ്റ് ഈറ്ററാണ്, പക്ഷെ ഇത്ര ഇങ്ങനെ കഴിക്കാറില്ല. ഇതെന്റെയാണ്. പന്ത്രണ്ട് മിനിറ്റ്. അത് ആൾക്ക് ഞങ്ങൾ നമ്മൾ പ്ലേറ്റിൽ എണ്ണ നോക്കുമ്പോൾ അവർക്ക് അറിയാം. ഇന്ന് ഞാൻ അത് കൂട്ടാതെ കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. ഇതിന് അവർക്ക് എണ്ണ നോക്കുമ്പോൾ അറിയാമല്ലോ. വലുത് വേണം കഴിക്കാൻ. പറ്റാം. എൻ്റെ ചുണ്ടിലിരിപ്പുണ്ട്. ഞാൻ രണ്ടുപേരും കഴിച്ചു. എവിടെ കാണാൻ? കൈ മാറ്റി. ഞാൻ ഇരിക്കും. എൻ്റെ രണ്ട് വലിയ പീസ് കഴിഞ്ഞിട്ടുണ്ട്. ആകാശം എന്നെ കാണാം. ഇങ്ങോട്ടിട്ട് എൻ്റെ കാണാം. നീ ഒരു കുഞ്ഞു ദിവസത്തേക്ക് രണ്ടാക്കിയാണോ ഓർത്തിരുന്നത്? മത്സരം നോക്കി ഇങ്ങനെ ഭംഗിക്ക് കഴിച്ചോണ്ടിരുന്ന അയ്യോ സ്പീഡിന് കഴിക്കും. ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അവൻ മത്സരത്തിന്റെ രീതി കഴിക്കും. അങ്ങനെയാ ഞാൻ കഴിച്ച. ഞാനിപ്പോൾ എങ്ങനെ കഴിക്കണം? തളർന്നില്ല. സമയം തീരാറായി. മുത്തിന് തുറക്കറി ഭയങ്കര വെപ്രാട് വരുന്നേ. അയ്യോ മുത്തേ, ഇനി 3 മിനിറ്റേ ഉള്ളൂ. അയ്യോ എൻ്റെ ഒന്നും എടുത്തോ? ഇല്ല. അമ്മ എന്നെ തേച്ചു. കേക്ക് വരാറാ.
മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ബർഗർ കഴിക്കുന്ന സീൻ ഓർമ്മയുണ്ടോ? ദുൽഖറും നിവിനും നസറിയും നിവിനും കണുത്ത് തോറ്റെ ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു? എല്ലാവരും കേട്ടോ. ഫിനിഷാ പോയിട്ടാടുന്നു ഫിനിഷൊക്കെ നമ്മളത് എന്നെ കിട്ടെ ഇങ്ങനത്തെ മത്സരം വേണ്ടടേ. അവർക്ക് കൊണ്ട് പറ്റില്ല. ചെയ്യുന്നവരെ സമ്മതിക്കണം. സത്യം ഈ ടി വി കാണുമ്പം ഭയങ്കര രസമാണ്. അവർ കഴിക്കുന്ന കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടും ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഒരു രക്ഷയില്ല. വീട്ടിൽ പട്ടിണി കിടക്കുമായിരിക്കും. എനിക്കറിയത്തില്ല അപ്പോൾ. അയ്യോ ഗോതമ്പ് ടിഷ്യൂ കഴിഞ്ഞാൽ പരത്തില്ല കഴിച്ചതൊക്കെ തിരിച്ചു വരും. മിണ്ടായിരിക്കും. എൻ്റെ അലാറം കേൾക്കാത്ത ആകാശേ എത്ര മണിയാടാ? പറ്റൂല മതി. കോമ്പറ്റീഷൻ ചെയ്ത് തളർന്നുപോയി. ടിഷ്യൂ എടുത്ത് ഞാൻ ചോദിച്ചു പച്ചവളവ് തിന്നണം കുത്ത്. എടാ പച്ചവളം എടുത്തുണ്ടോ? ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല അച്ഛാ. നോ പറ്റില്ല. ആ കിട്ടാൻ പറ്റൂല. നോക്ക് എണ്ണി നോക്ക്. എണ്ണി വെക്കും ഫ്രൈഡുള്ളൊക്കെ എണ്ണി മതി. ഇനി എന്താ തിന്നുന്നെ? തീർന്നു. ഇതൊക്കെ അപ്പുറത്തെടുത്തിട്ട് അതൊക്കെ ഞാൻ പോവാ. എനിക്ക് എണ്ണ എത്ര ഉണ്ട്? ഞാൻ 2 വലുത് കഴിച്ചു. ആ അതിലെത്ര ഉണ്ടെന്ന് എന്നെ പ്ലേറ്റിൽ ഇത് മറ്റേ പ്ലേറ്റിൽ എത്ര ഉണ്ടെന്ന് 1 2 3 4 5 6 1 2 3 4 5 6. ആ എങ്ങനെ 1 2 3 4 5. അയ്യോ പക്ഷെ എന്റെ പാതി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേരെ വലുത് കുറവാണ്. നിന്റെ വലുത് ഉണ്ടോ ചേട്ടാ? കറക്റ്റ്. ഇല്ല മുത്തേനെ തോറ്റ. ആ പച്ചവളം എടുക്ക്. പച്ചവളം എടുക്ക്. വളരെ ചെറുതാണുള്ള. ശരി ഞാൻ പോവാം. പച്ചവളം പച്ചവളം അച്ഛാ വെള്ളം എടുത്ത് വെച്ചോ. പൈസ അമ്മ എടുത്തോ. പച്ചവളം മേടിച്ചിട്ട് പച്ചവളം ഞാൻ കഴി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഫ്രിഡ്ജിൽ. അയ്യോ കോമ്പറ്റീഷൻ അടിയില് ഫ്രിഡ്ജിൽ അടിയില്. അച്ഛാ യൂട്യൂബ് റൂട്ടസ്. ഞാൻ പോയി കൈ കഴിക്കട്ടെ. പൈസ നല്ല കൈ കൊണ്ടല്ലേ വാങ്ങിക്കണം. ഞാൻ കൈ കഴിക്കോട്ടെ. അല്ല പൈസ വാങ്ങി ഗിഫ്റ്റ് വാങ്ങി. ഓക്കെ നോർമലി കഴിക്കുമ്പോ ഞാൻ അത്യാവശ്യം നല്ലോണം പെട്ടെന്ന് കഴിക്കും, നല്ലോണം കഴിക്കും. പക്ഷെ ഈ പെട്ടെന്ന് ആകാശം പ്ലീസ്. ആ കുഞ്ഞു മുളവ് പെട്ടെന്ന് കഴിക്കും. അയ്യോ സീരിയസ് ആണ്. സീരിയസ് അയ്യോ ഞാൻ ചുമ്മാ തമാശ. ഇല്ല 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 കഴിക്കുമ്പോഴത്തെ നടക്കൂല നടക്കൂല. കോമ്പറ്റീഷൻ നടന്ന കോമ്പറ്റീഷൻ ഞാൻ കഷ്ടപ്പെട്ട് ശരിയാവൂല. കുഴപ്പമില്ല. നീ ഛർദിക്കണേ. അച്ഛാ ഓ ചേട്ടാ കഴിക്കാൻ പറയട്ടാ. അല്ലെങ്കിൽ പിന്നെ നടക്കില്ല. നന്നായിട്ട് കടിച്ച് കടിച്ച് സ്പീഡിനെ ഇരിക്കേ. അയ്യോ പണിഷ്മെന്റ്
അവസാനം നീ 10 മിനിറ്റ് എഴുതിട്ടല്ലേ അപ്പൊ ഇത് ഭയങ്കര ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥ. ഫസ്റ്റ് കിട്ടിയ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. അല്ല എന്നാലും അമ്മ കൂടുതൽ കഴിച്ച്. കൂടുതൽ ശരി. പ്രൈസ് രണ്ടും പക്ഷേ ഇതിപ്പോ സെയിം ആയതുകൊണ്ട് നമ്മള് 50-50 ആയിട്ട് കൊടുക്കും. പണിഷ്മെന്റ് മുദ്ര വരാൻ കാര്യം വലുതുള്ളതുകൊണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേർക്കും ഓരോ 500 രണ്ടുപേർക്കും ഈക്വലായിട്ട്. കൈ കഴുകിയാ മതി. ഇല്ല. ആ കുഴപ്പമില്ല. ഇത് അമ്മയായി കൊടുത്ത് ഇവിടെ വച്ചേക്കാം. ഓക്കെ അപ്പൊ ഇത് കഴിക്കണേന് നമ്മൾ ഈക്വലാണ്. എന്റെ വയറും വേനെടുക്കുന്നു, നാക്കും വേനെടുക്കുന്നു. നമ്മളെ കഴിക്കണേന് നമ്മൾ ഈക്വലായിട്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ അമ്മയെ പിടിച്ചു തന്നില്ലേ? അപ്പൊ ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. എന്നാലും പക്ഷെ ലാസ്റ്റ് ചീറ്റ് ചെയ്തു. ആക്ച്വലി ഇത് എന്റെ ചേട്ടനായിട്ട് എടുക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ ആകാശിന്റെ അടുത്ത് എനിക്കൊരു ചാൻസ് പോലും ഇതിലേക്ക് ചാൻസ് പോലും ഇല്ല ജയിക്കാനാണ്. അമ്മ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഐ എം ഡിസപ്പോയിന്റഡ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോണ്ട് ട്രൈ അറ്റ് ഹോം. ഡോണ്ട് ട്രൈ അറ്റ് ഹോം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. വലിയ പീസായിരുന്നു. കുഞ്ഞു വീട്ടിൽ തുടങ്ങി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ നാക്കെരിയുന്നു. അടിപൊളി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.